നമുക്ക് ഒളിച്ചോടാന്ന് പറയുന്ന പെൺകുട്ടികൾ ഉണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെ ഒരു കുട്ടിയല്ല. വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞുള്ള കല്യാണമാണെങ്കിൽ എനിക്ക് സമ്മതം. അതിപ്പോ ഒളിച്ചോടി കല്യാണം കഴിച്ചാലും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അറിയുമല്ലോ. ഇതാണ് പപ്പുവിന്റെ കുഴപ്പം. ഒരു കാര്യത്തിൽ ഒരു സീരിയസ്നെസ് ഇല്ല. കല്യാണം ഒരു ചെറിയ കാര്യമല്ല. ഈ കാര്യത്തിൽ പോലും ഇത്തരത്തിലുള്ള മറുപടിയാണ് പപ്പു പറയുന്നെങ്കിൽ പപ്പുവിന് എൻ്റെ അടുത്തുള്ള സ്നേഹം സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് അച്ഛനും അമ്മയും പൂർണ്ണ സമ്മതി ഈ കല്യാണത്തിന് നൽകിയാൽ മാത്രമേ ഞാൻ സമ്മതിക്കൂ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നോപശാന്തി. പപ്പുവിനെ കുറിച്ച് ചില സംഗതികളൊക്കെ തെളിയുന്നുണ്ട്. പുറത്ത് പറയാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഇവനായതുകൊണ്ട് ചിലപ്പോൾ സെൻസർ ചെയ്യേണ്ടി വരും. പപ്പുവിന് ഇപ്പൊ ശനിയാ, കണ്ടക ശനി. കൂടാതെ കേതുവിന്റെ അപഹാരവും. വലിയൊരു അപകടം ഉടനെ നടക്കും. അപകടോ? സിമ്പിളായി പറഞ്ഞ വാഹനാപകടം. അതിലൂടെ മരണം വരെ സംഭവിക്കാം. ജ്യോതിഷം ശാസ്ത്രമാണ്, ശാസ്ത്രം സത്യവുമാണ്. ഈ സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനവും അത് തന്നെയാണ് പറയുന്നത്. ഇതിന് പരിഹാരമൊന്നുമില്ലേ? ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. ഇതിന് ഒരേ ഒരു പരിഹാരമേ കാണുന്നുള്ളൂ: പപ്പുവിന്റെ കല്യാണം. കല്യാണോ? അതിനുള്ള പ്രായം വല്ലതുമായിട്ടുണ്ട് ഈ ചെക്കന്? പോട്ടെ, വല്ല വേലയും കൂലിയുണ്ടോ? പിന്നെ വരുന്ന കുട്ടിക്ക് ആര് ചെലവിന് കൊടുക്കും? ആര് ചെലവിന് കൊടുത്താലും കല്യാണം മാത്രമേ ഒരു പരിഹാരമായിട്ടുള്ളൂ. വന്നു കയറുന്ന കുട്ടിയുടെ ഭാഗ്യം കൊണ്ട് ആ അപകടം നീങ്ങിപ്പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. എന്നാലും സ്വാമി, ഇവനൊരു പക്കത്ത് വരാതെ. അതൊക്കെ കല്യാണം കഴിഞ്ഞാൽ താനേ വന്നോളും, അല്ലെങ്കിൽ ആ കുട്ടി വരുത്തിക്കോളും. ഈ നാട്ടിൽ നിന്നൊരു കുട്ടിയാണല്ലോ ഇതിൽ കാണുന്നത്. അതും വളരെ അടുത്തുനിന്ന്, തെക്ക് വടക്ക് ദിശയിൽ നിന്ന്. പാവം, ഒരു ഫുള്ള് വാങ്ങായിരുന്നു. എന്റെ പൊന്ന് സ്വാമി, എത്ര നേരം അയാളെ വടിയാക്കി. അമ്മ ഓക്കെ അല്ലേ? അതെ, നീ മരിക്കുന്നു പറഞ്ഞ ശരിയാടാ. നീ മരിക്കോടാ? അല്ല, ഒരു സെക്കൻഡ്. അല്ല, 100 രൂപ. അങ്ങനെ എന്റെ വീട്ടുകാർ ഓക്കെ, ഇനി അവളുടെ വീട്ടുകാരും കൂടി ഓക്കെ അടിച്ചു. എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ ആയ മട്ട. അവളുടെ അച്ഛനും അമ്മയും കൂടെ ഒന്ന് സമ്മതിച്ചാൽ മതി. അതില്ലാതെ എന്തൊക്കെ ഒരു വഴി. എനിക്കൊരു ഐഡിയ ഉണ്ട്. എല്ലാത്തിനും വീട്ടിൽ കയറി നേരത്തെ പിടിച്ചാലോ, അല്ലെങ്കിൽ ഗുണ്ടകളെ വിട്ട് സമ്മതിപ്പിച്ചാലും മതി. നീ ഒന്നും മിണ്ടാണ്ടിരിക്കൂ. ഞാൻ കുറെ പറഞ്ഞു നോക്കി, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ സമ്മതിക്കുന്നില്ല. നീ എഞ്ചിനീയറിംഗ് തോറ്റ് വേലയും കൂലിയും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുവാണെന്നും നാട്ടിൽ മുഴുവൻ മോശപ്പേരുമാണെന്നാ എൻ്റെ അച്ഛൻ പറയുന്നല്ല, അതല്ലേ സത്യം. തോറ്റത് അത് എഴുതിയെടുക്കാമല്ലോ. അതിനുശേഷം ഒരു ജോലിക്ക് ഞാൻ ശ്രമിക്കാം. എൻ്റെ പൊന്നു ദേവി, 2G പോലും ഇല്ലാത്ത ഈ നാട്ടിൽ 4G സ്പീഡിൽ എന്നെ കുറിച്ച് അപവാദം പറയുന്ന നാട്ടുകാർ, അവരെ എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിക്കുക എന്ന് പറയുന്നത് എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത കാര്യം. സ്വപ്നത്തിൽ ചിന്തിച്ചാൽ പോരാ, അത് റിയൽ ആവണം. അല്ലെങ്കിൽ ഞാൻ നിനക്കൊരു സ്വപ്നമായിരിക്കും.
എന്താ എനിക്കറിയാം നീ വെറുതെ എന്തുവാടാ പരിപാടി? എന്തുവാടാ പരിപാടി? എണീക്കടാ, എണീക്ക. എണീക്കടാ. നിനക്കെന്താടാ എനിക്ക്? ആ, നിന്നെ ഞാൻ വായി- രാത്രി കള്ളുകൂടി അല്ലേ? നടക്കാൻ കട്ടെ. ഇനി മേലാൽ ഈ മാതിരി തോന്നിവാസം കാണിച്ചാണ്ടല്ലോ ഇടിത്തലത്തിന്റെ കൂമ്പ് ഞാൻ ഇളക്കും. കണ്ടോടാ മസിൽ കണ്ടോ? വേണോ ഇത് വെച്ച്? ഈ വെള്ളിമുഖ കണ്ടിട്ടല്ല, ഈ തങ്കപ്പെട്ട പയ്യൻ പറഞ്ഞിട്ടാണ് നിന്നെയൊക്കെ വെറുതെ വിടുന്നത്. ഒപ്പിട്ടിട്ട് പോയിടാ. എന്നെ തരണോ? വെച്ചിട്ട് പോടാ അവിടെ. ഉപകാരം ചെല്ല് ചെല്ല്. താങ്ക് യു സാറേ. കുഴപ്പമൊന്നുമില്ല. എന്നെ സമ്മതിക്കും. എടാ, നീ ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള യോഗ്യതയൂല അല്ലേടാ? അത് തന്നെ അത് തന്നെ. അതെന്താണോ പറ്റാത്തത്? ഒന്നുമില്ലേലും 4 വർഷം എഞ്ചിനീയറിംഗ് പഠിച്ചില്ലേ? എന്തിനേ തോറ്റില്ലേ? അപ്പൊ സ്കോപ്പ് ഉണ്ട്. അതുമല്ല, പ്രായപൂർത്തിയായില്ലേ? സാമൂഹിക പ്രതിബദ്ധതയില്ലേ? ഇതിലൊന്നൊരു കാര്യമില്ലോ. ഒന്നാമത് നീ എഞ്ചിനീയറിംഗ് പഠിച്ചാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. അത് പിന്നെ തോറ്റതുകൊണ്ട് സമാധാനം ഉണ്ടെന്ന് നോക്കാം. എന്നാലും നീ ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്ക് നാട്ടിൽ ജനസമ്മതി ഉണ്ടോ? ഒന്നാമത് നിന്റെ മോഹം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര കള്ള ലക്ഷണ, ഫ്രോഡ് ലക്ഷണമുണ്ട്. അതല്ലേ? അതുകൊണ്ട് ഐ ആം റിയലി സോറി. അതായത് ഇവനും കൂടി ഇനി രാഷ്ട്രീയത്തിൽ നിന്ന് കൈയിട്ട് വരും. പിന്നെ നമ്മളെന്ത് ചെയ്യും? ഒന്നാമതേ ഫണ്ടില്ല. ഫണ്ടില്ലെന്ന് പറഞ്ഞില്ലേ? പണ്ടില്ലേ? നീ ഇവിടെ പണ്ടുണ്ടാവോ? ഇവിടെ പണ്ടേ ഇല്ലല്ലോ. എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നല്ല പേരുണ്ടാക്കുന്നത് ഒരിച്ചിരി പാടാ. തിരിച്ചായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. ഞാൻ ഇത്രയും ദിവസവും ആത്മാർത്ഥമായിട്ട് ചെയ്തത് ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആരും എന്നെ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ നാട്ടുകാരെ പറ്റിക്കാൻ നീ വെറുതെ കാണിക്കുന്ന എന്നാ അച്ഛനും അമ്മയും പറയുന്നത്. അച്ഛന് വിശ്വാസം വരണമെങ്കിൽ നാട്ടുകാർ നിന്നെ പറ്റി നല്ലത് പറയണം. ഇന്നമ്മ താലപ്പൊലി എടുക്കുന്നുണ്ട്. നേർച്ചയാ നമ്മുടെ കല്യാണത്തിന് അച്ഛൻ സമ്മതിക്കാൻ. നീ വെറുതെ അമ്മയോടും അച്ഛനോടും വഴക്കുണ്ടാക്കാനായിട്ട് നിൽക്കണ്ട. വൈകുന്നേരം എന്തായാലും അമ്മയായിട്ട് അമ്പലത്തിലേക്ക് വാ. അപ്പോഴേക്കും വല്ല വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കാം. എന്താ പേര്? ദാക്ഷായണി എന്താ വേണ? ആയ കാലത്ത് പെണ്ണ് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. എന്തെടുക്കാൻ പോവാ? ഇതെന്തിനാ എനിക്ക് എല്ലാവരും ഒരു കൂട്ട സെൽഫി. അപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അവരെയും ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും കാലം ഞാൻ അച്ഛനും അമ്മയും ഒക്കെ വെറുപ്പിച്ചൊരു കല്യാണം എനിക്ക് വേണ്ട.